നമസ്കാരം. സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ഥലപുരാണത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ശ്രീരാമജന്മഭൂമിയുടെ മാഹാത്മ്യത്തെപ്പറ്റി പറയാം. അയോധ്യയിൽ വസിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദർശനത്തിനായി പണ്ട് പിതാമഹനായ ബ്രഹ്മദേവൻ അയോധ്യയിലെത്തി യഥാവിധി പരിക്രമണയാത്ര നടത്തി. അന്ന് അദ്ദേഹം സ്വന്തം പേരിൽ സ്ഥാപിച്ച തീർത്ഥമാണ് ബ്രഹ്മകുണ്ഡം. ഈ തീർത്ഥത്തിൻ്റെ സ്ഥാപനവേളയിൽ സ്വർഗത്തിൽ നിന്നും വന്ന ദേവതകൾ ഇവിടെ സ്നാനം ചെയ്ത് തങ്ങളുടെ ക്ഷയങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് തേജസ്വികളായി തീർന്നു. സ്വയം ബ്രഹ്മദേവൻ വസിക്കുന്ന ഈ തീർത്ഥത്തിൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസം സ്നാനം ചെയ്യുന്നവർ ബ്രഹ്മലോകം പ്രാപിക്കും എന്നതാണ് ഫലശ്രുതി. ഇവിടെ നിന്നും വടക്ക് കിഴക്കായി ഏകദേശം 700 ധനുസകലെയായി സ്ഥിതി ചെയ്യുന്ന തീർത്ഥമാണ് ഋണമോചന തീർത്ഥം. പണ്ട് ലോമശൻ എന്ന മഹർഷി ഇവിടെ തീർത്ഥയാത്ര നടത്തി ഋണമുക്തനായതിനാൽ ഇവിടം ഋണമോചനം എന്ന വിഖ്യാതമായി. ബ്രഹ്മകുണ്ഡത്തിൽ നിന്നും ഋണമോചനത്തിലേക്കുള്ള അകലം 700 ധനുസ് എന്ന് പറഞ്ഞുവല്ലോ. ഈ ഒരു ധനുസ് എന്ന അളവ് 3.5 കോൽ ചേരുന്നതാണ് എന്ന കാര്യം സഹസ്രധാര എന്ന ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് 700 ധനുസ് എന്നത് 700 ഗുണം 3.5 കോൽ എന്ന് ലഭിക്കും. ഇനി 1 കോൽ എന്നത് സാധാരണയായി സ്വീകരിക്കുന്ന 72 സെൻറ്റിമീറ്റർ എന്ന് കരുതിയാൽ ഈ അകലം 700 ഗുണം 3.5 ഗുണം 0.72 മീറ്റർ എന്ന് ലഭിക്കും. അതായത് 1764 മീറ്റർ അഥവാ 1.76 കിലോമീറ്റർ എന്ന് ലഭിക്കും. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്താൽ ഈ ദൂരം ഏകദേശം 1.3 കിലോമീറ്റർ ആണെന്ന് കാണാം. ഇത് ഉള്ളിലൂടെയുള്ള വഴിയായതിനാലാവാം. നദീതീരത്തുകൂടി സഞ്ചരിച്ചാൽ ഇതിലും അധികം ദൂരമുണ്ടാവണം. അല്ലെങ്കിൽ കോലിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എന്തായാലും ഒരു 1.5 കിലോമീറ്റർ അകലമാണ് 700 ധനുസ് എന്ന് കരുതാം. ഋണമോചന തീർത്ഥത്തിൽ നിന്നും കിഴക്ക് ഭാഗത്തായി ഏകദേശം 200 ധനുസ് അകലത്തിൽ പാപമോചനം എന്നൊരു തീർത്ഥം സ്ഥിതി ചെയ്യുന്നു. പണ്ട് പാഞ്ചാല ദേശത്ത് ജീവിച്ചിരുന്ന നരഹരി എന്നൊരു ബ്രാഹ്മണൻ മോശമായ കൂട്ടുകെട്ടുകളാൽ വിവിധങ്ങളായ പാപകർമ്മങ്ങൾക്ക് കാരണക്കാരനായി ഭവിച്ചു. പിന്നീട് സാധുജനങ്ങളുമൊത്ത് അയോധ്യയിലേക്ക് യാത്ര നടത്തിയ നരഹരി ഈ പാപമോചന തീർത്ഥത്തിൽ സ്നാനം ചെയ്തപ്പോൾ ചെയ്ത സകല പാപങ്ങളിൽ നിന്നും വിമുക്തനാവുകയും വിമാനമാർഗം വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. മാഘമാസത്തിലെ കൃഷ്ണ ചതുർദശി ഇവിടുത്തെ പ്രധാന ദിവസമായി പറയപ്പെടുന്നു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 700 ധനുസ് അളവിനെ 1.5 കിലോമീറ്റർ എന്നെടുത്താൽ 200 ധനുസ് എന്നത് ഏതാണ്ട് 430 മീറ്റർ എന്ന് ലഭിക്കും. ഋണമോചന തീർത്ഥവും പാപമോചന തീർത്ഥവും തമ്മിലുള്ള അകലം ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ 400 മീറ്റർ എന്ന് കാണാം. പാപമോചന തീർത്ഥത്തിൽ നിന്നും കിഴക്ക് ഭാഗത്തായി ഏകദേശം 100 ധനുസ് അകലത്തിൽ സഹസ്രധാര എന്ന തീർത്ഥം സ്ഥിതി ചെയ്യുന്നു. ഈ തീർത്ഥത്തെ പറ്റിയുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അവിടെ നിന്നും അത് കാണാവുന്നതാണ്. 200 ധനുസ് എന്ന അളവ് 430 മീറ്റർ എന്ന് കിട്ടിയതിനാൽ പാപമോചന തീർത്ഥം മുതൽ സഹസ്രധാര വരെയുള്ള അകലമായ 100 ധനുസ് എന്നത് 215 മീറ്റർ എന്ന് ലഭിക്കും. ഗൂഗിൾ മാപ്പിൽ ഈ അകലം 250 മീറ്റർ എന്ന് കാണാം. ഇനി അയോധ്യ നഗരിയുടെ വ്യാപ്തി പറയുന്നത് സഹസ്രധാര എന്ന സ്ഥലത്തു നിന്നും 1 യോജന കിഴക്കോട്ടും 1 യോജന പടിഞ്ഞാറോട്ടുമാണ്. 1 യോജന എന്നത് ഏകദേശം 8 കിലോമീറ്റർ ദൂരമായി പറയപ്പെടുന്നു. അതായത് സഹസ്രധാര മുതൽ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും 8 കിലോമീറ്റർ കിഴക്കോട്ടും കൂട്ടിയാൽ ഈ വ്യാപ്തി ലഭിക്കുന്നു. ഈ പറഞ്ഞ വ്യാപ്തിയിൽ ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിലായിട്ടാണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ എന്ന് കരുതാം. ഈ മത്സ്യാകൃതിയുടെ മുഖം പടിഞ്ഞാറോട്ടും ഇതിൻ്റെ വാൽ ഭാഗം കിഴക്കോട്ടുമായി സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ മൂർധാവിലായി ഗോപ്രതാര എന്ന തീർത്ഥം സ്ഥിതി ചെയ്യുന്നു. ഈ തീർത്ഥത്തിൽ വെച്ച് സരയൂ ഘർഘര എന്നീ നദികൾ സംഗമിക്കുന്നു. ഇക്കണ്ട അയോധ്യാപുരിയുടെ വടക്കേ അതിരിലായി വീരനായ മത്തഗജേന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു. ഇത് അയോധ്യ നഗരിയുടെ രക്ഷാദേവതയാണ്. ഈ രക്ഷാദേവതയുടെ ക്ഷേത്രത്തിന് മുന്നിലുള്ള സരസിൽ സ്നാനം ചെയ്ത് നവരാത്രിയിലെ പഞ്ചമി ദിവസം ഇവിടേക്ക് യാത്ര നടത്തുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു എന്നതാണ് ഫലം. അയോധ്യാപുരിയുടെ തെക്കേ അതിരിലായി സുരസ എന്നു പേരായ രാക്ഷസി സിദ്ധിദായിനിയായി കുടികൊള്ളുന്നു. പണ്ട് രാമരാവണ യുദ്ധത്തിനു ശേഷം ലങ്കയിൽ നിന്നും ശ്രീരാമൻ വിഷ്ണുഭക്തയായ സുരസ എന്ന രാക്ഷസിയെ
അയോധ്യ നഗരിയുടെ രക്ഷാർത്ഥം ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതാണ്. നവരാത്രിയിലെ തൃതീയ തിഥിയിൽ ഇവിടേക്ക് യാത്ര നടത്തുന്നവർക്ക് സുഖസന്താന ലബ്ധി ഉണ്ടാകുന്നു. അയോധ്യയുടെ പടിഞ്ഞാറേ അതിരിലായി പിണ്ടാരകൻ എന്നൊരു വീരപുരുഷൻ കാവലായി സ്ഥിതി ചെയ്യുന്നു. നവരാത്രിയിൽ പൂയൻ നക്ഷത്രം വരുന്ന ദിവസം സരയൂ നദിയിൽ സ്നാനം ചെയ്ത് പിണ്ടാരകനെ തൊഴുന്നവർക്ക് സർവ്വവിധ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. അയോധ്യയിൽ പടിഞ്ഞാറ് ഭാഗത്തായി വിഘ്നേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വന്ന് ദർശനം നടത്തുന്നവർക്ക് എല്ലാവിധ വിഘ്നങ്ങളും ഇല്ലാതാവുന്നു. ഈ വിഘ്നേശ്വര ക്ഷേത്രത്തിന് ഈശാന കോണിലായി രാമജന്മഭൂമി സ്ഥിതി ചെയ്യുന്നു. ഈ ജന്മസ്ഥലത്തിൻ്റെ ദർശനം തന്നെ മോക്ഷസാധകമാകുന്നു. വിഘ്നേശ്വര ക്ഷേത്രത്തിൽ നിന്നും കിഴക്ക് ഭാഗത്തായും ലോമശ ഋഷിയുടെ ആശ്രമത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായും വസിഷ്ഠകുണ്ഡത്തിന് വടക്കായുമാണ് ശ്രീരാമജന്മഭൂമിയുടെ സ്ഥാനം പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് രഘുവംശജനായ ദശരഥ മഹാരാജാവിന് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 മക്കൾ ജനിച്ചത്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിനം, അതായത് ശ്രീരാമനവമി ദിവസം ഇവിടുത്തെ പ്രധാന ഉത്സവമായി പറയപ്പെടുന്നു. തുലാമാസത്തിലെ അമാവാസി ദിവസവും, അതായത് ദീപാവലി ദിവസവും ഇവിടെ ദീപോത്സവമായി ആഘോഷിക്കുന്നു. വേദങ്ങളിൽ പ്രസിദ്ധമായി പറയപ്പെടുന്ന 7 നഗരങ്ങളിൽ ആദ്യത്തെ നഗരം അയോധ്യ എന്ന ഈ പുണ്യമഹാക്ഷേത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മുന്നോട്ടുള്ള വീഡിയോയുടെ മുന്നറിയിപ്പ് ലഭിക്കുന്നതിലേക്കായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും ശുഭദിനം.